നമ്മളെല്ലാവരും ഇന്നലെ പാർലമെന്റിൽ ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് കേരളം ബിൽ പാസ്സാക്കുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടു. പാർട്ടിക്ക് അതിനെക്കുറിച്ച് വളരെ അഭിമാനമുണ്ട്. കാരണം ഒരു 2 കൊല്ലം മുമ്പേ ഈ ഒരു വിഷയം BJP ഒരുമിച്ച് എല്ലാ പ്രവർത്തകരുടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്ത് അയച്ചപ്പോൾ ഇത് ഇത്ര വേഗം നടക്കും എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നു. അത് മാത്രമല്ല, പാർലമെന്റിൽ അത് വന്ന് ഹോം മിനിസ്റ്റർ വന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് പാസ്സാക്കി. അപ്പോൾ അതിന് വളരെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ കൾച്ചറൽ, സോഷ്യൽ, സാംസ്കാരിക, സാഹിത്യകാര്, സാധാരണ മലയാളികൾ എല്ലാവരും ഇതിനെ വെൽക്കം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു, ആഘോഷിക്കുന്നു. ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം മാത്രമല്ല, ഒരു അഭിമാനമുണ്ട്. ഇത് ഞങ്ങൾ ഈ ഒരു വലിയ ഒരു മൈൽ സ്റ്റോൺ, കേരളത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു മൈൽ സ്റ്റോൺ, ഞങ്ങൾ ഇതിന്റെ ഭാഗമാവാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. അതിൽ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷേ അതിനൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ LDFും UDFിന്റെ MPമാര് ഉണ്ടായിരുന്നില്ല, ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈ കേരളം ബിൽ, ഇതിൽ ഒരു രാഷ്ട്രീയമില്ല, ഇത് നാടിന്റെയും നാട്ടുകാരുടെ ആവശ്യമായ ഒരു ബില്ലാണ്. എന്നിട്ടും കോൺഗ്രസിനും CPMനും പിന്തുണയ്ക്കാനോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു താല്പര്യമോ ഒരു മോട്ടിവേഷൻ നമുക്ക് ഇന്ന് കാണാൻ കഴിയില്ല. അതേസമയം മദനിനെ കുറിച്ച് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം ചെയ്യും. SIR റിവിഷൻ, ഡെമോക്രസിയും ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അതിനെക്കുറിച്ച് ഒരുമിച്ച് റെസൊല്യൂഷൻ പാസ്സാക്കാൻ ഒരുമിച്ച് അവർ പ്രവർത്തിക്കും. ഈ രണ്ട് പാർട്ടി, ഇവരുടെ ചരിത്രം ശരിക്കും നമ്മൾ പരിശോധിക്കല്ല, മനസ്സിലാക്കണം. നാട്ടുകാരുടെ വിഷയങ്ങൾ, നാടിനെ നന്നാക്കുന്ന വിഷയങ്ങൾ പാർലമെന്റിൽ വരെ ചർച്ചാ വിഷയമാവുമ്പോൾ അതിനൊന്നും പിന്തുണയ്ക്കാൻ ഇവര് ഉണ്ടാവില്ല. പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രോപ്പർട്ടി കൊടുക്കുന്ന ഒരു ബിൽ വരുമ്പോൾ, വഖഫ് അമെന്റ്മെന്റ് ആക്ട് വരുമ്പോൾ ഒരുമിച്ച് അവര് രാഷ്ട്രീയം ചെയ്യും. അപ്പൊ ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നതാണ്, രാഷ്ട്രീയം നാടിനെ നന്നാക്കാനും നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവണം. വിവാദങ്ങൾ മാത്രം, പവർ പോളിറ്റിക്സ് ചെയ്യുന്ന രാഷ്ട്രീയം മാത്രം ചെയ്ത് നടക്കുന്ന ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനെ എക്സ്പോസ് ചെയ്യാൻ. ഇത് മാത്രമല്ല, ഇവിടെ യുവാക്കളുടെ സമരം, രണ്ടുപേരും ഒരുമിച്ച് സമരം ചെയ്യുന്നു. പക്ഷെ അവിടെ PSC, നമ്മുടെ നാട്ടിൽ നടക്കുന്ന PSC സമരം, എത്ര കൊല്ലമായിട്ട് യുവാക്കളുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം, അതിനൊന്നും പരിഹരിക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് രണ്ട് പാർട്ടി സമയവുമില്ല, താല്പര്യവും. അപ്പോൾ ഇന്നലെ ഒരു നല്ല ദിവസമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് പാസ്സാക്കേണ്ട ഒരു ബില്ലായിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി, നമ്മുടെ നാട് കേരളത്തിന്റെ പേര് കേരളം ആക്കുന്ന സമയത്ത് എന്റെ ഒരു പ്രതീക്ഷയായിരുന്നു, ഇതിൽ ഒരു പോളിറ്റിക്സും ഇല്ല,
UDF-ഉം LDF-ഉം NDA-യും എല്ലാം ഒരുമിച്ച് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഈ പേര് മാറ്റുന്ന ഒരു നിയമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ നമ്മൾ ഇന്നലെ കണ്ടത് അവരെ പഴയ പവർ പോളിറ്റിക്സും അവസരവാദ രാഷ്ട്രീയവും ഇന്നലെ കണ്ടു. ഇതന്നെ അവർ ചെയ്തു. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ തന്നെ ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ ലുങ്കിവാല പരാമർശമുണ്ടായി. കേരളത്തിനെയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയെയും ആകെ അവമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് എന്നൊരു വിമർശനം. BJP അതിനെങ്ങനെയാണ്? അല്ല, അത് എന്നെ കുറിച്ച് ജയറാം രമേശും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ലുങ്കിവാലയാണ് പരാമർശം എന്നാണ്. ജയറാം രമേശ് ഒരു വിഡ്ഢിയാണ് അഭിപ്രായം പറഞ്ഞു. ഞാനെന്തിനാണ് റിയാക്ട് ചെയ്യുന്നത്? അത് എന്നോടും പറഞ്ഞതല്ലേ. അപ്പൊ എന്താ ഞാൻ എന്റെ മുണ്ടെടുക്കുന്നു, ഞാൻ എന്റെ വർക്ക് ചെയ്യുന്നു. അവരുടെ അഭിപ്രായം. ഇനിയിപ്പോ ബ്രിട്ടാസ് ലുങ്കി എല്ലാം മുണ്ടാണെങ്കിൽ ബ്രിട്ടാസ് ക്ലാരിഫൈ ചെയ്യട്ടെ. ഞാൻ ലുങ്കി എല്ലാം മുണ്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എന്നെ ഞാൻ മുണ്ടെടുക്കുമ്പോ എന്നെ ലുങ്കി പോലെ ഞാൻ റേസിസ്റ്റുമായിട്ട് കാണുന്നത്. വിഡ്ഢിത്തരമാണ്, അത്രേ ഉള്ളൂ. പറയുന്ന ആൾക്കാര് വിഡ്ഢിയാണ്, അത്രേ ഉള്ളൂ. ഒരു വിഡ്ഢിത്തരം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല. ജയറാം രമേശും വിഡ്ഢിയായിരുന്നു, ഈ ലുങ്കിവാല പറഞ്ഞ എംപിയും വിഡ്ഢിയാണ്. ഈ നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ആരും എന്തു കഴിക്കുന്നു, എന്ത് മുണ്ടെടുക്കുന്നു, ഏത് പജാമ ഇടുന്നതെന്നാണ് ചോദ്യം. ഇതാണോ രാഷ്ട്രീയം? എത്രയോ പ്രശ്നങ്ങളില്ലേ നമ്മുടെ നാടിന് മുമ്പിൽ? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അല്ല, ഞാൻ പറയാം, ഇത് നമ്മൾ ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്, നമ്മൾ ഈ വിവാദത്തിന്റെ വാല് പിടിച്ച് ഇങ്ങനെ ഓടുന്ന സാഹചര്യത്തിൽ എനിക്ക് പങ്കെടുക്കാൻ ഒരു താല്പര്യം. എന്നോട് ചോദിക്കണം, അത് വേണമെങ്കിൽ വേറെ ആരോട് പോയി ചോദിക്കണം. എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാനോ സമയം കളയാൻ ഒരു താല്പര്യം ഇനി പറയാം. ഈ വന്ദേമാതരം പൂർണ്ണമായി സ്വാതന്ത്ര്യത്തിൽ പാടണമെന്നുള്ളതാണ്. ജസ്റ്റിസ് ചെങ്കോട്ടയിൽ ആദ്യമായിട്ട് വന്ദേമാതരം പാടാൻ പറഞ്ഞു. അപ്പൊ ഇത് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുമെന്നുള്ളത് കാണാമെന്നുള്ളതാണ്. അത് പാടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പാടില്ല. കേന്ദ്ര നിയമം നിലനിൽക്കിയപ്പോൾ സംസ്ഥാന നിയമം പാസ്സാക്കിയത് പാർലമെന്റാണ്. വന്ദേ മാതരത്തിന്റെ നിയമം പാസ്സാക്കിയത് പാർലമെന്റാണ്. ഇനിയിപ്പോ ആര് ചെയ്യുന്നു നോക്കാം. നാഷണൽ സോങ്, നാഷണൽ ആന്തം പാടാൻ ആർക്കും ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ ഇന്ത്യൻസ് ആണ്, ഭാരതീയനാണ്. അപ്പോ ഈ നാടിന്റെ നാഷണൽ പാട്ടും നാഷണൽ ആന്തം പാടാൻ എന്തിനാണ് വിഷമം? എനിക്ക് ഇതുവരെ ആരും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. മുസ്ലിം ലീഗിന് ഒരു വിഷമം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, എന്താണ് വിഷമം? ഗാർഡും നേവിയെല്ലാം ഇവിടെ നിന്ന് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവര് സെർച്ച് ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഞാൻ അവരുടെ വീട്ടിലെല്ലാം സന്ദർശിച്ചു. ഞാൻ അവിടെ പോയപ്പോ ഞാൻ കാര്യം പറഞ്ഞല്ലോ, ഫിഷറീസ് വകുപ്പ് വേണം എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ മന്ത്രി ഇന്ന് വരെ അവിടെ വീട്ടിലൊന്നും പോയിട്ട് സന്ദർശിച്ചിട്ടില്ല. അത് അപ്പോ ചോദ്യം ചോദിക്കേണ്ടത് എന്നോടല്ല, ഫിഷറീസ് വകുപ്പിന്റെ മന്ത്രിയോട് ചോദിക്കണം. എന്തിനാണ് പിന്നെ ആ മന്ത്രിസ്ഥാനം, ആ മിനിസ്ട്രി ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് എടുത്തത്? ഒരു ഉത്തരവാദിത്വമില്ലേ? അല്ല, ഞാൻ ഒരു പാർട്ടിന്റെ എതിരെ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു എലക്ഷൻ ജയിച്ച് ഒരു മന്ത്രിയാവുമ്പോൾ ചില ഉത്തരവാദിത്വം, ചില ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ മന്ത്രിക്ക്? അതെല്ലാം മറന്ന് അതെല്ലാം മാറ്റിവെച്ച് വീർ സവർക്കറും വന്ദേ മാതരം ഒരു ഇഷ്യൂ ആക്കിയിട്ടാണോ മുസ്ലിം ലീഗ് മുമ്പോട്ട് പോകേണ്ടത്? അവര് മന്ത്രിയല്ലേ, അവർ വീട്ടിൽ കയറണ്ടേ, സന്ദർശിക്കണ്ടേ, എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറയണ്ടേ? ഇതൊന്നും ചെയ്യാണ്ട് ഫുൾ ടൈം പോളിറ്റിക്സ് ആണ്. അങ്ങനെ ഫുൾ ടൈം പോളിറ്റിക്സ് ചെയ്യണമെങ്കിൽ പിന്നെ എന്തിനാണ് മന്ത്രിയാവുന്നു? മന്ത്രി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തങ്ങളെ സമീപിക്കുന്നത് വിചിത്രമായിട്ടുള്ള കാര്യം എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അത് പ്രതിപക്ഷ നേതാവിന് കുറെ വിചിത്രമായ കാര്യങ്ങൾ ഇപ്പോ മനസ്സിലാവുന്നുണ്ട്. എക്സാലോജിക്ക് മുതൽ 10 കൊല്ലം നാടിനെ നശിപ്പിച്ചതെല്ലാം വിചിത്ര കാര്യങ്ങളാണ്. അതിൽ ധവളപത്രം അദ്ദേഹം വായിക്കണം. ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് ഭരിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു. നാടിന്റെ സ്ഥിതി ഇപ്പൊ എന്താണ് അപ്പൊ അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം.
അല്ല, മുൻകാലങ്ങളല്ല വിടുന്നത്. നമ്മള് ഈ ശ്രദ്ധ തിരിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, പ്രതിപക്ഷ നേതാവ് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ എന്താ പറയാ, ഇരുന്ന് പറയണം, മാപ്പ് ചോദിക്കണം. ഈ നാടിന്റെ ഇങ്ങനെ നശിപ്പിച്ച സ്ഥിതി, സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ ആക്കി വെച്ചത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണോ? ഫോൺ ചെയ്യാത്തതാണോ? ഇത് ഇങ്ങനെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ഇതിൽ എന്തിനാണ് പെടുന്നത്? ഇവര് എന്തെങ്കിലും പറയും, അതിന്റെ വാല് പിടിച്ചിട്ട് നിങ്ങൾ അങ്ങനെ എന്തിനാണ് അതിന് പിന്നിൽ പോകുന്നത്? 10 കൊല്ലം ജനങ്ങളെ വിശ്വസിച്ച് ഭരിക്കാൻ ഒരു അവസരം കൊടുത്ത വ്യക്തിയാണ് പിണറായി വിജയൻ. എന്താണ് നാടിന്റെ സ്ഥിതി? എന്തൊരു ധവളപത്രം അസംബ്ലിയിൽ CM ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ ഇത് രഹസ്യമാണ്. എന്ത് രഹസ്യം? പബ്ലിക് ഫൈനാൻസസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫൈനാൻസസ് അല്ലേ, പബ്ലിക്കിന്റെ ഫൈനാൻസസ്. CPM മാത്രമാണ് ഇത് രഹസ്യമായി വെക്കാൻ താല്പര്യം. പബ്ലിക് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ ഫൈനാൻസ്. അപ്പൊ വിചിത്രമായ കാര്യങ്ങൾ കുറെ ഉണ്ട്. ആ ചർച്ച അദ്ദേഹത്തിന് തുടങ്ങാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. അത് നോക്കൂ, ഞാൻ എന്റെ ഒരു പ്രിൻസിപ്പിളാണ്, ഇങ്ങനൊരു ഫെയിലിയർ ആയ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒപ്പം എനിക്ക് ഒരു ചർച്ച, അദ്ദേഹം എന്ത് വിഷയം ഉന്നയിച്ചാലും എനിക്ക് അതില് റെസ്പോൺസ് കൊടുക്കാൻ ഒരു താല്പര്യം. ഈ അർജന്റീനൻ ടീമിനെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതിൽ ഒരുപാട് അഴിമതി നടന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അല്ല, അത് അഴിമതി നടന്നു എല്ലാം പുറത്തു വരുന്നുണ്ട്. ഇതിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്നും പറഞ്ഞു. മാധ്യമം എന്ന് പറഞ്ഞാൽ മീഡിയ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസീന്റെ 4th പില്ലർ. മീഡിയ അത് ആരാണെങ്കിലും അതിന്റെ മുതലാളി, ഓണർഷിപ്പ്, ഷെയർ ഹോൾഡർ എല്ലാം ഓക്കെ. പക്ഷേ ഒരു മീഡിയ സ്ഥാപനം ക്രിമിനൽ ആക്ടിവിറ്റീസോ ആന്റി നാഷണൽ ആക്ടിവിറ്റീസിന് ആരും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു ശക്തമായ അഭിപ്രായം എനിക്കുണ്ട്, പാർട്ടിക്കുണ്ട്. അപ്പോ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിന്റെ 100% പരിശോധനയും ഇൻവെസ്റ്റിഗേഷൻ നടക്കണമെന്നാണ് ഞങ്ങളുടെ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ അഭിപ്രായം. ഇത് ഒരു സാധാരണ ഒരു കോൺമാൻ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വഴി അതൊരു പ്രശ്നമാണ്, അത് ഇൻവെസ്റ്റിഗേഷൻ ആണ്. പക്ഷെ ഇത് മീഡിയ ചെയ്യുമ്പോൾ, ഒരു മീഡിയ സ്ഥാപനം ചെയ്യുമ്പോൾ അത് ക്രിമിനൽ പ്രൊസീഡ്സ് വഴി ആ മീഡിയ സ്ഥാപനം നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. അത് ഞാൻ ഇന്ന് ആദ്യമായി പറയല്ല, ഇത് 10-12 മാസം മുമ്പേ ഇത് ആദ്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അപകടമാണ്. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതില് 126 കോടിയുടെ ഇടപാടാണെന്ന് പറയുന്നു. അത് ഈ പണമിടപാട് സംബന്ധിച്ച് എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാൻ പ്രിൻസിപ്പിൾ ആയിട്ട് പറയാണ്, മീഡിയ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആക്ടിവിറ്റീസും ആന്റി നാഷണൽ ആക്ടിവിറ്റീസും ഒപ്പം ഉണ്ടാവാൻ പാടില്ല. ഇതൊരു നമ്മളെല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വിഷയമല്ലേ. ഞാൻ ചോദിക്കാൻ വന്നത് ഇതിലെ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന ഉണ്ടാവും. അത് ഞങ്ങൾ ആദ്യം തന്നെ അന്വേഷണം റിക്വസ്റ്റ് ചെയ്താണോ പണ്ട് തന്നെ. അതിലൊരു പുതിയ ഇതൊന്നുമില്ല. അല്ല, ഈ ഒരു ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഒരു മാധ്യമ സ്ഥാപനം അത്തരം ശ്രമങ്ങൾ നടത്തരുത്. അപ്പോൾ അത്തരം എന്തെങ്കിലും ഘട്ടത്തിൽ BJP അല്ലെങ്കിൽ BJP അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നോട് ചോദിക്കുമ്പോ എന്റെ ഒരു അഭിപ്രായം പറയാം. ഞാനൊരു കൺക്ലൂഷനിൽ ഞാനൊന്നും എത്തിയിട്ടില്ല. ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അല്ല. എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ എനിക്കൊരു ശക്തമായ അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ആദ്യം മുമ്പോട്ട് വരും. അത്രേ. ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ ലൈസൻസ് അടക്കം നൽകുന്നത് കേന്ദ്ര സർക്കാർ എന്ന നിലയ്ക്ക് ഞങ്ങൾ അങ്ങനെ ആരെയും ടാർഗറ്റ് ചെയ്തിട്ട് പോകാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഒരു പ്രിൻസിപ്പിളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന കാര്യം ശക്തമായ ആ പ്രിൻസിപ്പിളിൽ കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. BJP മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ വരുമാനം കാര്യങ്ങളൊക്കെ അറിയാം. എവിടെന്നാണ് ഇതിന്റെ സോഴ്സ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കും. ആവശ്യം നോക്കൂ, പബ്ലിക് ലൈഫിലുണ്ടെങ്കിൽ പബ്ലിക് സ്ക്രൂട്ടിനി ചെയ്യാൻ കഴിയണം. പബ്ലിക് സ്ക്രൂട്ടിനി അതിൽ ആൻസർ ചെയ്യാൻ പറ്റണം, മറുപടി കൊടുക്കാൻ പറ്റണം. ഇതില് ആത്യന്തികമായിട്ട് ശരിക്കും ഈ പണമിടപാട് അതിനപ്പുറത്തേക്ക് ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതായത് മെസ്സി വരുമെന്ന് മുൻ മന്ത്രി അടക്കം പറഞ്ഞ സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഈ
അയച്ചതൊക്കെ പരിശോധിക്കുമ്പോൾ ആ മെയിൽ അയച്ച രീതികൾ തന്നെ വളരെ വിചിത്രമാണ്. മന്ത്രി വകുപ്പ് വഴിയല്ല, മന്ത്രിയാണ് മെയിൽ അയച്ചത്. ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാനെല്ലാവരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഇതിനെ കുറിച്ച് ഞാൻ ആദ്യം മുതൽ ഇന്ന് വരെ എനിക്കൊരു ശക്തമായ ഒരു അഭിപ്രായം, പാർട്ടിന്റെ അഭിപ്രായമാണ്, ഒരു മീഡിയ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ബയസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഒപ്പീനിയൻ ഉണ്ടാവും, നിങ്ങൾക്ക് എജൻഡ ഉണ്ടാവും, അതെല്ലാം ഓക്കെ. പക്ഷേ ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ഒപ്പം ചേരാനോ ആന്റി നാഷണൽ ആക്ടിവിറ്റീസും ഫണ്ടിങ് എടുക്കാനോ ഞങ്ങൾ അത്രേ ഉള്ളൂ. അത് ഞങ്ങളുടെ അതൊരു നോൺ കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡാണ്. അത് ആരാണ് എന്നെ ടാർഗറ്റ് ചെയ്താലോ എന്നെ ഭീഷണിപ്പെടുത്തിയാൽ നോക്കിയാലോ അത് ആര് എഗെയിൻസ്റ്റ് പോയാലോ അതൊന്നും ഞങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല എന്ന് കൃത്യമായി നിങ്ങൾ എഴുതി വെച്ചോളൂ. അത് വിചിത്രമാണോ വിചിത്രമല്ല എന്നത് നിങ്ങൾ തീരുമാനിച്ചു. കേരളത്തിലെ PSCയിലെ വീണ്ടും 40 ദിവസം സർക്കാർ ഇല്ല, ഞാൻ ഇത് നിങ്ങളാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഒരു പാർട്ടി ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കോൺഗ്രസ് ഇവിടെ ഉള്ള കസറത്തും സർക്കസ് എല്ലാം ചെയ്യും. പക്ഷെ അവിടെ കുട്ടികൾ അവിടെ സമരം ചെയ്യുമ്പോൾ CM മുഖ്യമന്ത്രി അവരെ കാണാൻ തന്നെ തയ്യാറല്ല. എന്നിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു ലെറ്റർ കൊടുക്കുന്നു, 45 ദിവസം ഞങ്ങൾ പരിശോധിക്കുന്നു. അല്ല, ഇത് എന്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി ഇരട്ടത്താപ്പിന്റെ മഹാരാജാവുമായി രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യും, എന്തും പറയും. പക്ഷെ അവർക്കൊരു ഒരു ഫെർം ബിലീഫോ ഒരു കാഴ്ചപ്പാടോ യുവാക്കളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരണം, അവരുടെ ഭാവിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനോ ഒരു താല്പര്യമില്ല. പോളിറ്റിക്സ് കണ്ടാൽ അത് പോയി പിടിക്കുക. ജൂലൈ 20-ാം തീയതി ഇവിടെ ഒരു കുട്ടികൾ യുവാക്കൾ വന്നു, പ്രശ്നം ഒരു പ്രൊട്ടസ്റ്റ് നടന്നു. അത് പിടിച്ച് ഒരു പോളിറ്റിക്സ് അവസരമായിട്ട് കണ്ട് ഓരോരോ പ്രചരണം നടത്തുക. പക്ഷെ അങ്ങനെ സിൻസിയർ ആണെങ്കിൽ ജാർഖണ്ഡിന്റെ ഇഷ്യൂനെ കുറിച്ച് എന്താണ് ഏറ്റവും വിദ്വാനായ രാഹുൽ ഗാന്ധി എന്നും പറയാത്തത്? അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, അത് അവിടെ പോയിട്ട് സമരം ചെയ്യണമല്ലോ. കേരളത്തിൽ എന്താണൊന്നും ചെയ്യാത്തത്, ഒന്നും പറയാത്തത്? അപ്പോ അല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല ഞാൻ പറയും. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാം.